നമസ്കാരം സുഹൃത്തുക്കളെ. രാവണൻ എന്ന് കേൾക്കുമ്പോൾ 10 തലയുള്ള ഒരു വില്ലന് മാത്രമാണോ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ലങ്കാധിപതിയാ, സാക്ഷാൽ മഹാദേവന്റെ കടുത്ത ഭക്തൻ. ആള് വെറും തല്ലുകൊള്ളിയല്ല, സകല കലകളും വശമുള്ള ഒരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു. ഈ 10 തല എന്ന് പറയുന്നത് വെറുതെയല്ല, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും മനഃപ്പാടമാക്കിയ ഒരു ഭീകര ബുദ്ധിജീവിയായിരുന്നു ആള്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ പുള്ളി ഒരു സെറ്റപ്പ് പ്ലെയർ ആയിരുന്നു. പിന്നെ ഈ രാവണന്റെ ഒരു പാട്ടുണ്ടല്ലോ, ശിവതാണ്ഡവ സ്തോത്രം. അത് കേട്ടാൽ പിന്നെ ആരും അങ്ങ് ഫാനായി പോകും. പുള്ളി വീണ വായിക്കുന്നതിൽ പുലിയായിരുന്നു. കൈലാസം ഒന്ന് പൊക്കാൻ നോക്കിയപ്പോൾ മഹാദേവൻ ചെറുതായിട്ടൊന്ന് വിരലമർത്തി. രാവണൻ അന്ന് വേദന കൊണ്ട് നിലവിളിച്ച ആ നിലവിളി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് രാവണൻ എന്ന് പേര് വന്നത് തന്നെ. പക്ഷെ ആ ഭക്തി കണ്ട് സാക്ഷാൽ ശിവൻ പോലും രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി കൊടുത്തു. മക്കളെ, പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് പവർ. ഇനി ആ സ്വർണ്ണ ലങ്കയുടെ കാര്യം പറയാം. ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി സിറ്റി ആയിരുന്നു ലങ്ക. കുബേരന്റെ കയ്യിൽ നിന്ന് പുള്ളി അടിച്ചു മാറ്റിയ പുഷ്പക വിമാനം കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ ഫ്ലൈറ്റ് ഒന്നുമല്ല സുഹൃത്തുക്കളെ, മനസ്സ് വിചാരിക്കുന്നിടത്ത് എത്തുന്ന സാധനം. രാവണൻ ഭരിക്കുമ്പോ ലങ്കയിൽ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, എല്ലാവരും ഹാപ്പി. പുള്ളി ഒരു പക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു ചെറിയ ഈഗോയും പിന്നെ ആ സീതമ്മയെ കൊണ്ടുപോയതും കക്ഷിയുടെ കരിയറിൽ വലിയൊരു കറുത്ത പുള്ളിയായി പോയി. രാമനുമായിട്ടുള്ള ആ യുദ്ധം അതൊരു ഒന്നൊന്നര അടിയായിരുന്നു. സ്വന്തം അനിയൻ വിഭീഷണൻ കൂറുമാറിയിട്ടും മോൻ ഇന്ദ്രജിത്ത് മരിച്ചിട്ടും രാവണൻ കുലുങ്ങിയില്ല. അവസാനം മരിക്കാൻ കിടക്കുമ്പോഴും രാമൻ ലക്ഷ്മണനെ വിട്ടത് രാവണന്റെ അടുത്ത് നിന്ന് രാഷ്ട്രീയവും നീതിശാസ്ത്രവും പഠിക്കാനാണ്. തോറ്റെങ്കിലും ഒരു രാജാവിനെ പോലെയാണ് പുള്ളി പോയത്. അതുകൊണ്ട് ഇന്നും നമ്മൾ രാവണനെ ഓർക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആളൊരു വെറൈറ്റി ആണ്. അപ്പോ ഇതാണ് നമ്മുടെ ലങ്കാധിപതി രാവണന്റെ കഥ. വില്ലനാണോ നായകനാണോ എന്നൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. എന്തായാലും പുള്ളി ഒരു മാസമായിരുന്നു എന്നതിൽ തർക്കമില്ല. രാവണനെ കുറിച്ചും രാവണന്റെ ബാല്യത്തെ കുറിച്ചും കൂടുതൽ അറിയുന്നതിന് വേണ്ടി വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ശരി എന്നാ.